ചുവന്ന ഷാളിട്ട് നിൽക്കുന്നത് ഹോം നേഴ്സ് സാറ. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന സാറ മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നും മുടങ്ങാതെ പൊതിച്ചോറ് വാങ്ങി തിന്നുന്ന ഏക ഹോം നേഴ്സ്. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഹോം നേഴ്സ് മറിയ. നിന്ന നിപ്പിൽ എങ്ങോട്ട് വേണമെങ്കിലും മറിയാൻ കഴിവുള്ളതാണ് മറിയ. കിടത്ത് രോഗിയെ നോക്കാൻ പോയാൽ എങ്ങനെയെന്തോ മറിയയ്ക്ക് 5-6 കിലോ കൂടും. അങ്ങനെയുള്ള ഏക ഹോം നേഴ്സ്. ഇവര് രണ്ടുപേരും പത്രത്തിലെ പരസ്യം കണ്ട് ഒരച്ചായനെ നോക്കാൻ ഈ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി എന്താകുമോ എന്തോ. എടി, ഞാൻ പോകുന്ന പുറകെയല്ല, നീ എന്തിനാണ് ഈ നടക്കുന്നത്? എടി, അതിന് ആര് നടക്കുന്ന നിന്റെ പുറേ? ഞാൻ ഇവിടുത്തെ സാറിന് നോക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കണ്ടിട്ടാടി ഞാൻ ഇവിടെ വന്നത്. ഇനിയിപ്പൊ ഈ സാറിന്റെ പടം പത്രത്തിൽ വന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. നീ എന്തോടി പറയുന്നേ? ഞാൻ നോക്കുന്നവരെല്ലാം ചത്തുപോകുന്നാന്നോടി നീ പറയുന്നത്? അതെടി, നീ നോക്കിയവരാരെല്ലാം നീ ഒഴുകി ജീവിച്ചിരിപ്പുണ്ടോടി ഇന്ന്? അതിപ്പം ഞാൻ നോക്കിയാലും നോക്കിയില്ലേലും മനുഷ്യന്മാരായ മരിക്കും. അത് പ്രപഞ്ച സത്യമാ. അതല്ലാതെ ഞാൻ കാലന്റെ പെങ്ങളാന്നോടി. നീ ഇപ്പൊ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ സാറ ഇവിടെ വന്നതാണ്. ഈ സാറിനെ നോക്കിയിരിക്കൂടി. അതിന് സാറ ഒരു ജന്മം കൂടെ ജനിക്കണം. അതൊക്കെ ഈ മറിയ. ഈ സാറിനെ നോക്കാൻ മതതാണെങ്കിൽ ഞാൻ തേക്കും. അതല്ലടി. ഓ, നിന്റെ നോട്ടത്തെ കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. എടി, നീ ഇന്നാളെ ആ കൈപ്പടെ പോയി അമ്മച്ചിയെ നോക്കാൻ പോയെടുത്തേ. ആ അമ്മച്ചി ഇച്ചിരി പൂച്ചതാ കുഞ്ഞേന്ന് പറഞ്ഞേന് നീ ചമ്മന്തിപ്പൊടി വാലിനകത്ത് കലക്കി കൊടുത്തതിനല്ലേടി നിന്നെ അവരവിടുന്ന് ഓടിച്ചത്. നീ കൂടുതലൊന്നും പറയണ്ട. മാന്തുകാല അമ്മച്ചിയുടെ വെപ്പ് പല്ലെടുത്ത് തേങ്ങാപ്പൂളാന്ന് പറഞ്ഞ് എലിപ്പത്തിനകത്ത് വെച്ച് എലിയെ പറ്റിച്ചില്ലോടി. അയ്യോ, തേങ്ങാക്കൊക്കെ എന്താ വില? ഈ വില കൂടിയ സമയത്ത് തേങ്ങാപ്പൂൾ ആരെങ്കിലും എനിക്ക് വെച്ച് കൊടുക്കൂടി. നിന്റെ ഒരു തേങ്ങാക്കാരിയാ. നിങ്ങളൊക്കെ ആരാ? പരസ്യത്തിൽ കൂടി പത്രത്തിൽ വന്ന സാറായ. സാറേ, അവക്ക് തെറ്റിയതാ. പത്രത്തില് പരസ്യം കൊണ്ട് വന്ന ഹോംലൈറ്റാ സാറേ. ഹോംലൈറ്റോ? ഹോംലൈറ്റ് അല്ല, ഹോം നേഴ്സ്. ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തത് ഒരു ഹോം നേഴ്സിനാണല്ലോ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ. ഇതെന്നാ കോംബോ ഓഫർ ആണോ? ഞങ്ങൾ രണ്ടുപേരും വന്നതിന് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാറേ? എനിക്കെന്നാ ബുദ്ധിമുട്ടിരിക്കുന്നത്? 4-5 പേരിഞ്ഞ് പോരട്ടെന്ന്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. സാറേ, ദയാ ഹോം നേഴ്സിംഗ് സാർ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ ഈ കേരളത്തിലെ എല്ലായിടത്തും അതിന്റെ ബ്രാഞ്ച് ഉണ്ട്. കൊല്ലത്തില്ല. എന്നെയോ? അതല്ല സാറേ, കൊല്ലത്ത് അതിന്റെ ബ്രാഞ്ച് ഇല്ലെന്നാ പറഞ്ഞത്. ഓ, പേടിച്ചു പോയി. സാറേ, ഞാൻ സാറാ. ഞാൻ കാരുണ്യ നഴ്സിംഗ് ഹോം ഏജൻസിന്ന് വരുന്നതാണ്. ഞങ്ങൾക്ക് ഒരു മാസം 24,999 രൂപയേ ഉള്ളു സാറേ. അപ്പൊ ഒരു കാരുണ്യോ ഇല്ലല്ലേ? ഉണ്ടല്ലോ. 25,000 രൂപയ്ക്ക് 1 രൂപയുടെ കാരുണ്യം കാണിച്ചേ. അതൊരു കാരുണ്യം തന്നെയല്ലേ? സാറേ, ഞാൻ ആദ്യം ഇവിടെ വന്നത്. സാർ എന്നെ ഇവിടെ നിർത്തണേ സാറേ. ഞാൻ സാറിനെ നോക്കിക്കോളാം. ഈ സാറിനെ സാറേ, അവിടെ നിൽക്കുന്ന സാറ് ജോലിക്ക് വെച്ചാൽ വെളിയിലോട്ട് ഇറങ്ങുമ്പം സാറിന്റെ ഹോം നേഴ്സ് ആരാന്ന് ചോദിച്ചാ സാർ എന്നാ പറയും? സാറാ. അപ്പൊ അത് സാറിന് കൺഫ്യൂഷൻ ആവത്തില്ലയോ? പിന്നെ ഇത്രയും പൈസ മുടക്കി ഈ സാറായ ഇവിടെ നിർത്തിയ സാറിന് നാണക്കേടില്ലയോ? സാറാ ഹോം നേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് നാണക്കേടല്ലേ? മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. സാറായുടെ പേരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സാറായെ ഞാൻ ഇവിടെ ഹോം നേഴ്സ് ആയിട്ട് വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, ഇവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിയുമ്പം സാറാ ഹോം നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാവൂല്ലേ? സാറ് ടെൻഷൻ അടിക്കാ സാറേ. സാറേ, എന്നെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. സാർ അതങ്ങ് വിളിച്ചാ മതി. വീട്ടിൽ വിളിക്കുന്ന പേരെന്നാ? തക്കുട്. എവിടെ കൊണ്ടാ? ഞാൻ എല്ലാ ജോലിയും ചെയ്യും സാറേ. ഞാൻ പൊന്നുപോലെ സാറിനെ നോക്കും. ആണോ? സാറേ, ഞാൻ സാറിന്റെ പൊന്നുപോലെ നോക്കാം. സാർ എന്നെ തന്നെ ഇവിടെ നിർത്തണേ. നിർത്താ. ഇൻസുലിൻ എടുക്കുവോ? അയ്യോ, ഇല്ല സാറേ, ഇല്ല. ഞാൻ നേരെ വീട്ടിൽ പോയിട്ടുള്ളതാ. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇൻസുലിൻ പോയിട്ട് ഒരു പെൻസിൽ പോലും എടുത്തിട്ടില്ല സാറേ. എന്റെ മുഖത്തൊരു കള്ളല
കഷ്ടമുണ്ടെങ്കിലും ഞാനൊരു കള്ളിയൊന്നുമല്ല സാറേ. ഇവിടെ ഇൻസുലിൻ എടുക്കുവോ? ഇല്ല സാറേ, പണ്ടങ്ങാണ്ട് ഒരു ബിൻസിയമ്മയുടെ വീട്ടിൽ നിന്ന് 3 മുട്ടയല്ലാതെ ഒരു സാധനം പോലും ഞാൻ എടുക്കത്തില്ല സാറേ. പിന്നെ ഇപ്പൊ ഏത് വീട്ടിൽ പോയാലും CC ക്യാമറ ഉള്ളത് കൊണ്ട് പിടിക്കും സാറേ. ഒന്ന് നിർത്താവോ? എന്റെ പറഞ്ഞ എനിക്ക് ഷുഗർ കൂടിയിട്ട് ഈ തൊടയില് ഇൻസുലിൻ എടുക്കുന്ന കാര്യ ഞാൻ ചോദിച്ചത്. അറിയാവോ? അതായിരുന്നോ? അറിയത്തില്ല സാറേ. ഇവിടെ അറിയാവോ? എനിക്കും അറിയത്തില്ല സാറേ. പക്ഷെ എനിക്ക് ഷുഗർ വരുമ്പോ ഞാൻ എന്റെ കാലെ കുത്തി പഠിച്ചിട്ട് സാറിന് ഞാൻ എടുത്തു തരും സാറേ. സാറിന്റെ ഭക്ഷണ കാര്യത്തിനെല്ലാം ഞാൻ എന്തും ചെയ്തു തരും സാറേ. ആണോ? സാറേ, സാറിന്റെ മെനു? അയ്യോ, അവനിപ്പം ഭയങ്കര കുസൃതിയാ, ഓടിച്ചാടി നടക്കും. ആര്? മനുവിന്റെ കാര്യല്ലേ, എന്റെ കൊച്ചുമകൻ. അതല്ല സാറേ, സാറ് കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാ പറഞ്ഞേ. സാറിന് വെജ് ആണോ നോൺ വെജ് ആണോ ഇഷ്ടം, അതാണ് ചോദിച്ചത്. ഓഹോ, അത് ശരി. എനിക്ക് നോൺ വെജിനോട് ഒരു നിർബന്ധവും ഇല്ല. ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. സാറേ, അതുകൊണ്ട് പറഞ്ഞതല്ല, ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുമ്പോഴേ ഒന്നിച്ച് എല്ലാം കൂടെ ഉണ്ടാക്കും കഴിക്കുന്ന അതുകൊണ്ട്. സാറേ, മക്കളൊക്കെ? മൂത്തവൻ അമേരിക്കയിലാ, രണ്ടാമത്തവൻ ന്യൂസിലൻഡാ, മൂന്നാമത്തവൻ ഗ്രീസിലാ. ബൈക്കിന്റെ ചൈന? അയ്യേ, ബൈക്കിന്റെ ചൈന ഒന്നുമല്ല, ഗ്രീസ് എന്ന രാജ്യത്താണെന്ന്. നീ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ പറയാം. നാലാമത്തവൻ ആസ്ട്രേലിയയിലാ, അഞ്ചാമത്തവൻ ഉഗാണ്ടയിലാ. അപ്പൊ സാറിന്റെ ഭാര്യ? അവളിങ്ങനെ കറങ്ങി നടക്കുകയല്ലേ. അതെന്താ സാറേ കറങ്ങി നടക്കുന്നേ? അയ്യോ, മൂത്തവന്റെ ഭാര്യ അമേരിക്കയെ പ്രസവിച്ചപ്പോ അവൾ അങ്ങോട്ട് പോയി. അന്നേരമാണ് രണ്ടാമത്തവന്റെ ഭാര്യ ന്യൂസിലൻഡിൽ പ്രസവിച്ചു. ന്യൂസിലൻഡിൽ നിന്ന് അവൾ അങ്ങോട്ട്. പിന്നെ മൂന്നാമത്തവന്റെ ഭാര്യ ഗ്രീസിൽ പ്രസവിച്ചപ്പോ അങ്ങോട്ട് പോയി. ഗ്രീസിൽ നിന്ന് അവൾ നാലാമത്തവന്റെ ഭാര്യ ആസ്ട്രേലിയ പ്രസവിച്ചു. അന്നേരം അങ്ങോട്ട് പോയി. ആസ്ട്രേലിയയിൽ നിന്ന് നേരെ അഞ്ചാമത്തവന്റെ ഭാര്യ ഉഗാണ്ട പ്രസവിച്ചു. അന്നേരം അവൾ അങ്ങോട്ട് പോയി. ഇപ്പൊ അവൾ ഉഗാണ്ടയിലുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മൂത്തവന്റെ ഭാര്യ രണ്ടാമത്തെ പണി ഒപ്പിച്ചു വെച്ചിരിക്കുക. എന്നെ വന്ന ഞാൻ എന്നാ ചെയ്യാൻ? നമ്മുടെ ഒരു കാര്യമേ. സാറേ, എന്നെ തന്നെ ഇവിടെ നിർത്തണേ. നിങ്ങളെ തന്നെ നിർത്തിക്കോളാം. എന്താണെന്നറിയാവോ, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഹോം നേഴ്സിനെ വേണമെന്നും പറഞ്ഞൊരു പരസ്യം കൊടുത്ത് വെച്ചത്. അയ്യോ സാറേ, സാർ എന്നെ ഇവിടെ നിർത്തണേ സാറേ. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എങ്ങനെ, എനിക്ക് രണ്ടുപേരെ ഇഷ്ടാ. പക്ഷെ ഞാനൊരു കാര്യം പറയാവേ. പറഞ്ഞോ സാറേ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പാട്ട് പാടി ഉറക്കണം. പാടുവോ? പാടാൻ അറിയത്തില്ലെങ്കിലും ഈ ജോലിക്ക് വേണ്ടി പാട്ടിന്റെ ഏതെങ്കിലും അറ്റം വരെ ഞാനങ്ങ് പോകുന്ന. എന്നാ ഒന്ന് പാടിക്കേ. കനകച്ചിലങ്ക കിളങ്ങി കിളങ്ങി കാനനച്ചോല കുണങ്ങി കുണങ്ങി. കുണുങ്ങിയത് മതി, കുണുങ്ങിയത് മതി, കുണുങ്ങിയത് മതി. സാറേ, ഞാൻ സാറിന്റെ കാര്യമെല്ലാം നോക്കിക്കോളാം സാറേ. സാറേ എന്നെ സാറ് ഇവിടെ നിർത്തണം സാർ. പട്ടി കൂടുവോ? പാടുവോ? പാടണോ? പാടാ സാറേ. പാടിക്കേ. പാടണോ? പാട്. ഞാൻ പാടും. പാട്. ഓമാന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തൻ്റെ നീലാവോ. എടീ, നിനക്ക് പാടാൻ അറിയാമെങ്കിൽ ആദ്യം നീ അങ്ങ് പാടിയാ പോരായിരുന്നോ? എന്നെ പാടിച്ചിങ്ങനെ നാണം കെടുത്തേണ്ട കാര്യം സാറേ. എനിക്കിവിടെ മുന്നിൽ ഡാൻസ് കളിച്ച് തോപ്പിക്കണം സാറേ. എനിക്കൊരു ഡാൻസ് കളിക്കണം സാറേ. സാറാ, അയ്യോ, ഡാൻസ് കളിക്കണ്ട. നിർത്ത്, നിർത്ത്, നിർത്ത്. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഇവിടെ എടുക്കാം. രണ്ടുപേർക്കും സമ്മതമാണോ? സമ്മതമാ സാർ. ഞാൻ 10,000 രൂപ ഇപ്പൊ കൂട്ടിത്തരാം. 20,000 രൂപ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ 30,000 രൂപ ആയി. 15,000 രൂപ വെച്ച് ഷെയർ ആയിട്ട് നിങ്ങൾ എടുത്ത് ഇവിടെ നിന്നോണം. രണ്ടുപേർക്കും സമ്മതമാണോ? സാറേ. അപ്പൊ പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ശരി സാറേ. സാറേ, സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് സാറേ. സാറന്നേ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തല്ലോ, സാറിനെ നോക്കാൻ ഹോം നേഴ്സിനെ വേണോന്ന്. അവിടെ ഒരു തിരുത്തുണ്ടല്ലോ സാറേ. എന്താ തിരുത്ത്? സാറിന് നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വേണോന്നല്ലായിരുന്നോ അവിടെ വെക്കേണ്ടത്? അമ്പടി കള്ളികള്. ദേഹത്തെ
പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ.